ഷേവ് ചെയ്താൽ നല്ല കട്ട താടിയും കട്ട മീശയൊക്കെ വരുമോ? ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള സത്യമുണ്ടോ? എന്നാൽ ഇത് പൂർണ്ണമായിട്ടും നുണയായിരുന്നു, നമ്മളെയൊക്കെ പറ്റിച്ചതായിരുന്നു. 30 ഡേയ്സ് 30 മിത്ത് ബസ്റ്റേഴ്സ് സെഗ്മെന്റിലെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കട്ടിയിൽ തന്നെ താടിയും മീശയൊക്കെ വരാൻ വേണ്ടിയിട്ട് പലപ്പോഴും പലരും ചെയ്യുന്നൊരു പരിപാടിയാണ് നല്ല രീതിയിൽ തന്നെ ഷേവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിയിൽ ഫേഷ്യൽ ഹെയർ വരുമെന്ന് പേടിച്ചിട്ട് പലരും ഷേവ് ചെയ്യാതിരിക്കാറൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷേവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും താടിയും മീശയും കട്ടിയിൽ വരില്ല എന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കുറച്ചൊരു കട്ടിയിൽ താടി മീശയൊക്കെ തോന്നുന്നത്? ആ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ മീശയുടെയും താടിയുടെയും ഒക്കെ കട്ടി കൂടിയിട്ടുള്ള അടിഭാഗത്താണല്ലോ നമ്മൾ ഈ ഷേവ് ചെയ്യുമ്പോൾ കട്ടായി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷേവിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട്ടി കൂടിയ ഭാഗം മുഖത്തുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കട്ടി കൂടിയ പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷേ താടി മീശയൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും അതൊക്കെ പഴയ പോലെ തന്നെ ആവും ചെയ്യും. ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് കരുതി നിരന്തരം ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആൺ സുഹൃത്തുക്കളിലേക്കും പേടിച്ച് ഷേവ് ചെയ്യാതിരിക്കുന്ന നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കും. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി പേജ് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നാളെ മറ്റൊരു മിത്ത് ബസ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. ബൈ.